നമസ്കാരം. തത്വചിന്തകനും തമിഴ് കവിയുമായ തിരുവള്ളുവരുടെ പേരിൽ തമിഴകത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. തിരുവള്ളുവർ ദിനമായി ജനുവരി 15-ന് ഗവർണർ RN രവി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോഴുള്ള ഈ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാവി വസ്ത്രം ധരിച്ച തിരുവള്ളുവരുടെ ചിത്രത്തിനൊപ്പമായിരുന്നു ഗവർണർ അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ഭാരത സനാതന പാരമ്പര്യത്തിലെ ഏറ്റവും തിളക്കമുള്ള വിശുദ്ധൻ എന്ന ഒരു വിശേഷണത്തോടു കൂടിയാണ് കാവി ധരിച്ചിരിക്കുന്ന തിരുവള്ളുവരുടെ ചിത്രം എക്സിലൂടെ ഗവർണർ പങ്കുവച്ചത്. എന്നാൽ തിരുവള്ളുവരിനെ കാവി വേഷത്തിൽ ചിത്രീകരിച്ച് കാവ്യവൽക്കരിക്കാനുള്ള വലതുപക്ഷ ഗ്രൂപ്പിന്റെ ശ്രമമാണ് ഇത് എന്നായിരുന്നു മുഖ്യമന്ത്രിയും DMKയുടെ അധ്യക്ഷനുമായ MK സ്റ്റാലിന്റെ അഭിപ്രായം. ഗവർണറുടെ പോസ്റ്റിനെ നേരിട്ട് പരാമർശിക്കാതെ തന്നെയായിരുന്നു സ്റ്റാലിൻ ഇത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തിയതെന്നത് വളരെ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരുവള്ളുവരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. തിരുവള്ളുവർ ദിനത്തിൽ ജ്ഞാനിയായ തിരുവള്ളുവരെ ഞാൻ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ ചിന്തകൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. തിരുവള്ളുവരുടെ കുറൽ അഥവാ ഈരടികൾ വായിക്കുവാൻ ഞാൻ എല്ലാ യുവാക്കളോടും അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് തമിഴകത്ത് ഇത്ര വലിയ ഒരു വിവാദമായി ഇത് മാറിയിരിക്കുന്നത്. തിരുവള്ളുവരുടെ ആ ചിത്രം, അതിലെ കാവി നിറം തന്നെയാണ് DMK നിലവിൽ അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കാവി വസ്ത്രം ധരിച്ച തിരുവള്ളുവരുടെ ചിത്രത്തിന്റെ പേരിലാണ് ഇപ്പോൾ തമിഴകത്ത് പുതിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.